عن أداء فرض رمضان هذه سنتي لله تعالى താഴല ഇനി മലയാളത്തിലൊക്കെ അതിൻ്റെ ഈ കൊല്ലത്തെ ഈ റമദാ മാസത്തിലെ അതായ ഫർളായ നോമ്പ് അല്ലാഹു തആലാക്ക് നോറ്റ് വീട്ടുവാൻ കരുതുന്നു ഫാത്തിഹ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ റമദാൻ 10 ആയില്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് സ്പെഷ്യലാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മുടെ എമിമോള് ഇന്ന് ഫസ്റ്റായിട്ട് നോമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം അത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ പ്രായത്തിലൊക്കെ ഒരു നോമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൂടും കൂടെയാണ്, ഭയങ്കര കുറച്ചൊക്കെ അത്യാവശ്യം നല്ലൊരു ക്ഷീണമുള്ള ടൈമായി തുടങ്ങിയാണ്. പക്ഷെ അവളെ കൊണ്ട് അല്ലെന്നില്ല ഒരു കുഴപ്പമില്ല ഇതുവരെ. അപ്പോൾ ആൾ നോമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇൻഷാ അല്ലാ അല്ലേ. പിന്നെ എന്താ എൻ്റെ നോമ്പിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. എക്സ്പീരിയൻസ് നോമ്പ് വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കണം എനിക്ക്? എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ് എടുത്തിട്ട്? സൂപ്പറാണ്. അപ്പോൾ കേട്ടില്ലേ, നോമ്പ് എടുത്തിട്ട് സൂപ്പറാണ് ഇൻഷാ അല്ലാ. പിന്നെ അപ്പോൾ അവളെ കഞ്ഞി ഓട്ടാണെന്ന്, അല്ല കഞ്ഞി നോമ്പാണെന്ന്. അത് മാത്രമല്ല, നമ്മൾ ജസുമോനും കൂടെ നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനിപ്പോൾ എത്തും. ചെറിയൊരു നോമ്പ് തുറ എന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ പറയാനിട്ടില്ലേനു. കാരണം ജസുമോൻ മാത്രമേ ഉള്ളൂ, അവന് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എമിമോളുടെ നോമ്പ് ഫസ്റ്റ് നോമ്പായിട്ട് അതിൽ നോമ്പ് തുറക്കി അങ്ങനെ ചെറുതാക്കാമെന്ന് വിചാരിച്ചു ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളെ നോമ്പ് തുറയുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ പത്തിരിമെന്നാണ് കേട്ടോ. ഏകദേശം പത്തിരി ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി വീഡിയോ എടുക്കാൻ. അങ്ങനെ അതാ പിന്നെ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ വേറെ ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട്, അതായത് നമ്മുടെ ചിക്കൻ സമൂസ. ഈ സമൂസക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇങ്ങോട്ട് ആയിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ റെഡിയായി. സമൂസകളുള്ളിലും പച്ചമുളകൊക്കെ അരിഞ്ഞ് നേരെ ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പും കൂടെ മിക്സ് ചെയ്യണം. അതിൽ നല്ലോണം നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് കണ്ടാലേ നമ്മുടെ സമൂസേൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ലമ്മോൾക്കുള്ള ഫുഡ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ആൾ കുറച്ച് നേരം ഒന്ന് കളിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ തന്നെ ആവും. അതുകൊണ്ട് ചെറുപഴം ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കുമല്ലോ. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ലായിസ്മോൻ ഇതേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ നമ്മുടെ ലെമമോളെ കണ്ടപ്പോൾ ലെമനായിട്ട് കളിച്ചിരിക്കുകയാണ്. കുടിക്കാനോ ഉറങ്ങാനോ പോകുന്നില്ല, അവിടെ ഇരിക്കുകയായിരുന്നു. അവളെടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അതുപോലെ ലെമമോളാണെങ്കിൽ അവന് നല്ല രസമാണ്. കളിയാണ് ഇത് കുറേ അവനെ മെനക്കെട്ട് കൊണ്ടുപോകാൻ. ഓളെ കണ്ണു മൂക്കൊക്കെ ഒന്ന് തൊട്ട് നോക്കിയായിരുന്നു. പിന്നെ അവനെ സമൂസക്കുള്ള പൊടി കൊഴുക്കുന്നുണ്ട്. വെറൈറ്റി സമൂസ വരണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെയുള്ള മൈദ കുഴച്ചെടുത്തിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാനിത് ഉള്ളി ആക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല വഴറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ചിക്കൻ മിക്സിയിലിട്ടിട്ട് നല്ലൊന്ന് പൊടിച്ച് അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ നമ്മുടെ വാറ്റി വെച്ചിട്ട് ഉള്ളി തക്കാളി ഉണ്ടല്ലോ, അതിൽ അങ്ങോട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എന്ത് ചെയ്യാം, ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറി കിട്ടുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മളെ പത്തിരിൻ്റെ മൈദയുടെ മാവിലെ ഉണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് പരുത്തിയെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ കറികളൊക്കെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി അത് വറുത്തെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മുടെ പത്തിരി പരുത്തിയെടുക്കണ്ടേ, ചിക്കൻ സമൂസ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഒരാഴ്ചത്തെ സുഖവാസത്തിന് ശേഷം നമ്മുടെ ഹോസ്പിറ്റൽ സുഖവാസത്തിന് ശേഷം മൈദപ്പത്തിരി പരുത്തുന്നുണ്ട് സമൂസ ഉണ്ടാക്കാൻ ഫുൾ എനർജിയോട് കൂടി. ഒരാൾ മുഖം കാണിട്ട് അങ്ങനത്തെ
കട്ട് ചെയ്തിങ്ങാണ്ട് കൊടുക്കുന്നുണ്ട്. ബേബിയാണ് കട്ടിങ്ങിൻ്റെ ആള്. എന്തോ പോലെ കാണുമ്പോ നമ്മൾ പരത്തിയിട്ടുള്ള പത്തിരി ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സമൂസ ഉണ്ടാക്കുന്നത്. ത്രികോണം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു ഭാഗം ഒരു ഓയിൽ ഷേപ്പ് മോഡലാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ കൂട്ടിങ്ങാണ്ട് ജസ്റ്റ് അതിൻ്റെ അടിഭാഗത്തും മേൽഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് അവിടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ചെറിയൊരു ഹോൾ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അത് ഇട്ടതിന് ശേഷം പിന്നെ മേൽഭാഗത്തുള്ള ഒരു മൂല ഉണ്ടല്ലോ ആ ഒരു സംഭവം അത് നേരെ താഴോട്ട് ജസ്റ്റ് ഇതാക്കി കണ്ട് എന്ത് ചെയ്യുക, 3 മൂലകളും ഒന്നാം പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അപ്പോൾ ഇത് കുറേ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കും. പിന്നെ അതേവിടെ ഉമ്മ തരി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ സമൂസകളൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇതാ നമ്മുടെ ഉമ്മ തരിക്കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സമൂസകളെല്ലാം പൊരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ, വാട്ടർമെലൺ, ഗ്രേപ്സ് ഇത് 3ആണ് നമ്മൾ ഫ്രൂട്ട്സ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. വേറെ ആരല്ല, നമ്മുടെ ജിസുമോൻ തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ പൊരിക്കടിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, സമൂസ. പിന്നെ ഇതിൽ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പത്തിരിയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് വെച്ചാണ്, കാരണം എല്ലാവർക്കും നോമ്പാണല്ലോ. അപ്പോൾ വെറുതെ മാവ് കളയണ്ട, അപ്പോൾ നോമ്പ് തുറക്കൽ കഴിഞ്ഞാൽ കഴിക്കാമല്ലോ, പത്തിരി അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. ജസുമോൻ നമുക്ക് നോമ്പ് തുറക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് തരിക്കഞ്ഞി നമ്മൾ ഹോളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്, പത്തിരിയും കൊണ്ടു വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഇത് വറവിട്ടൊക്കെ തേങ്ങ കൂട്ടി റെഡിയാക്കി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കൽ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കുകയുള്ളൂ. പിന്നെന്താണ്, അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ നേരെ ഹാളിലേക്ക് വരാം. അവിടെ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് മുന്തിരി ജ്യൂസ് വെച്ചിട്ടുണ്ട്. പിന്നെ സോഡ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരി സോഡ കഴിക്കാൻ വേണ്ടിയിട്ടാണ് സോഡ കൊടുന്ന് വെച്ചിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് കഴിക്കാം, അതുകൊണ്ട് ഒഴിച്ചിട്ടില്ല, മുന്തിരി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അതേപോലെ ക്ലാസ്സിൽ തരിക്കഞ്ഞി ഒഴിച്ചേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മിനി സമൂസ അതുകൊണ്ട് കേട്ടോ. മോളാണെങ്കിൽ നോമ്പ് ഇറക്കേണ്ട ആ ഒരു ആവേശത്തിലാട്ടോ. അതുവരെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഇല്ലാതെ നോമ്പ് എടുത്തിട്ടുണ്ട് എൻ്റെ മോള്. അങ്ങനെ നമ്മൾ ടേബിളിലെ എല്ലാ ഗ്ലാസും വെള്ളവും ജ്യൂസും അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിരുന്ന് ഇനി വെറും നോമ്പ് തുറക്കാൻ 5 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ ടേബിളൊക്കെ വന്ന് സെറ്റായിരുന്നിട്ടുണ്ട്. അയാനും ഉപ്പി പിന്നെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ. എമ്മിമ്പോളും കുറേ പോകാൻ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് തുറന്നാൽ മതി, പള്ളിയിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞ് അവൾ പിടിച്ചതായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പള്ളിയിൽ പോയി നോമ്പ് ഇറക്കുന്നത്, ഉപ്പപ്പാൻ്റെയും കകാൻ്റെയും കൂടെ പോയിട്ട്. അങ്ങനെ ഇതാ നോമ്പൊക്കെ തുറന്നു, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. എമ്മിമോളും മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ല നോമ്പൊക്കെ തുറന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരം കഴിഞ്ഞ ശേഷം നമ്മളിത് ചായ കുടിക്കായിരുന്നു. ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ. പിന്നെ ചായ കുടിച്ചാൽ എൻ്റെ നോമ്പ് മുറിയോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ആൾ. അപ്പം പറയും നോമ്പ് നമ്മൾ മുറിച്ച് കഴിഞ്ഞ് നാളെയാണ് നോമ്പ് പറഞ്ഞിട്ട് ആൾക്കൊരു വിശ്വാസമില്ല, എൻ്റെ നോമ്പ് മുറിയും ഞാൻ തിന്നൂല എന്ന് നടക്കുകയായിരുന്നു. എന്തെല്ലാം തിന്ന് കുഴപ്പമൊന്നുമില്ല, ആൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ അതാണ് നമ്മൾ റമദാൻ മാസത്തിലെ 10ാം നോമ്പ് പൂർത്തിയായി. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സ്പെഷ്യൽ എന്ന് പറയാൻ നമ്മുടെ എമിമോളുടെ നോമ്പ് തന്നെയായിരുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. നോമ്പ് ഫുള്ളായിട്ട് അവൾ ഫസ്റ്റ് നോമ്പാണെങ്കിലും അത് അവൾ കംപ്ലീറ്റ് ചെയ്തു. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം. അപ്പോൾ ഓക്കെ.